ഇപ്പോൾ ഒരു ദുഃഖകരമായ വാർത്ത വരുന്നുണ്ട്. KSFDC ചെയർമാനും സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ വസതിയിലായിരുന്നു അന്ത്യം. അജീഷ് ജയകുമാറാണ് ചേരുന്നത് വിവരങ്ങളുമായി. അജീഷ്, പറയൂ, എപ്പോഴായിരുന്നു അന്ത്യം? അദ്ദേഹത്തിന് ഏതെങ്കിലും അസുഖങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇതൊരു അപ്രതീക്ഷിതമായ ഒരു വിവരമാണ്, ഞെട്ടലുണ്ടാക്കുന്നു, വല്ലാത്ത ദുഃഖം. സ്മിത പറഞ്ഞതുപോലെ തന്നെ ദീർഘകാലമായി അദ്ദേഹം ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വർഷങ്ങളായി തന്നെ ചികിത്സയിലായിരുന്നു. KSFDCയുടെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന ഈ കാലയളവിലൊക്കെ തന്നെ അദ്ദേഹം ഈ ചികിത്സയുടെ ഭാഗമായിരുന്നു. നിരന്തരം ഈ ആശുപത്രിയിൽ പോയി കീമോയൊക്കെ ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം പൊതുപരിപാടികളിൽ പോലും പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ, തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് നമുക്ക് രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത്. 40ഓളം സിനിമകൾക്ക് അദ്ദേഹം ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒട്ടനവധി ചിത്രങ്ങൾ, അത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ചർച്ചയായ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകളിൽ കാണിച്ച ഒട്ടനവധി ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു, അദ്ദേഹം സംവിധാനം ചെയ്തു. പിറവിയും സ്വഹവും വാനപ്രസ്ഥവും പോലുള്ള ഒട്ടനവധി സിനിമകൾ അദ്ദേഹത്തിൻ്റെതായ സൃഷ്ടിയായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം ഏറെ ചലച്ചിത്ര മേഖലയ്ക്കാകെ വലിയ നഷ്ടമാണ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പോലും മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹം ക്യാൻസർ രോഗബാധിതനായി ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഈ ചികിത്സകളൊക്കെ നടന്നത്. നിലവിൽ KSFDCയുടെ ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ അടുത്ത് തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് പോലും അദ്ദേഹം ഏറെ പങ്കുവഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്നു അതിന്റെ സംഘാടനത്തിലൊക്കെ തന്നെ. തൊട്ടടുത്ത് നടന്ന കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ പോലും അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. അങ്ങനെ പൊതു വേദിയിലൊക്കെ ഈ അസുഖബാധിതനായിരുന്ന കാലത്ത് പോലും അദ്ദേഹം സജീവമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത വരുന്നത്. 73 വയസ്സായിരുന്നു. കൊല്ലം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം പിറവി, അത് കാൻ ഫിലിം ഫെസ്റ്റിവലിലടക്കം ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശമടക്കം ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമയാണ്. ആ സിനിമ മാത്രം തന്നെ ഏതാണ്ട് 70-ലധികം അന്താരാഷ്ട്ര ദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒട്ടനവധി പുരസ്കാരങ്ങൾ, ഏതാണ്ട് 31ഓളം പുരസ്കാരങ്ങൾ ആ ആദ്യ ചിത്രത്തിൽ തന്നെ 1988 പുറത്തിറങ്ങിയ പിറവി എന്ന ചിത്രത്തിന് നേടിക്കൊടുത്തു. മാത്രമല്ല അന്തർദേശീയ പുരസ്കാരങ്ങൾ പോലും ആ സിനിമയ്ക്ക് കിട്ടിയിരുന്നു. രണ്ടാമത്തെ ചിത്രമായ സ്വമ്മിന് പോലും ഒട്ടനവധി അംഗീകാരങ്ങൾ നേടിയെത്തി. അദ്ദേഹം ചെയ്ത വളരെ കുറച്ച് സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ആ ചിത്രങ്ങളൊക്കെ തന്നെ അന്തർദേശീയ ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട, ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ ചിത്രങ്ങളായിരുന്നു. വാനപ്രസ്ഥം, കുട്ടിശ്രാങ്ക്, സോപാനം, നിഷാദം പോലുള്ള സിനിമകൾ. അദ്ദേഹം എന്തായാലും മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയ നഷ്ടമാണ് ഷാജി എൻ കരുണിന്റെ വിയോഗത്തോടെ സംഭവിച്ചിരിക്കുന്നത്.